ഹായ്, ഇസ് മീ പ്രിൻസ്. എല്ലാവർക്കും ബ്ലാക്ക് ടൗളി ഓടിച്ചാണ് എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പിയല്ലേ? ഹാപ്പി ആയിട്ടിരിക്കുക. എനിത്തിങ് ഹാപ്പി ലൈഫ് ഹാസ് ടു ഗോ ഓൺ ഓൾവേസ് പോസിറ്റീവ് ആയി. അപ്പം നമ്മളൊന്ന് നോക്കുന്നത് വാട്ട് ഈസ് ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ്, എന്താണ് അന്താരാഷ്ട്ര നീതിന്യായ കോടതി. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മളൊന്ന് നോക്കുന്നത്. അന്താരാഷ്ട്ര നീതിന്യായ കോടതി, ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ്, ഇത് സ്ഥിതി ചെയ്യുന്നത് നെതർലൻഡ്സിലെ ഹേഗിലാണ്. അതായത് യു എന്നിൽ ന്യൂയോർക്കിന് പുറത്ത് സ്ഥിതി ചെയ്യുന്ന ഏക ഘടകമാണ് ഇത്. ബാക്കിയെല്ലാം ന്യൂയോർക്കിലാണ്, UN ആസ്ഥാനങ്ങളെല്ലാം. അപ്പോൾ ഇതിൻ്റെ ആസ്ഥാനം നെതർലൻഡ്സിലെ ഹേഗിലാണ്. അപ്പോൾ ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ ലോകരാജ്യങ്ങൾ തമ്മിലുള്ള സമാധാനം ഉറപ്പുവരുത്തുക, അവരുടെ പ്രശ്നങ്ങൾ ഒത്തുതീർപ്പാക്കുക, മാക്സിമം യുദ്ധങ്ങളൊന്നും ഉണ്ടാവാതെ യുദ്ധങ്ങളൊക്കെ ഒഴിവാക്കുക, ലോക സമാധാനത്തിന് മുന്നോട്ട് പോവുക, രാജ്യങ്ങളുടെ പ്രശ്നങ്ങൾ ഒത്തുതീർപ്പാക്കി അവരെ സമാധാനത്തിൽ രാജ്യങ്ങൾ തമ്മിൽ മുന്നോട്ട് പോകുവാനായിട്ട് മുൻകൈ എടുക്കുക തുടങ്ങിയതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ ഇത് പ്രവർത്തനം ആരംഭിച്ചത്, അല്ലെങ്കിൽ ഇത് സ്ഥാപിച്ചത് 1945-ലാണ്. ഇത് പ്രവർത്തനം ആരംഭിച്ചത് 1946-ലാണ്. ഇവിടുത്തെ പ്രത്യേകതകളെന്ന് പറയുന്നത്, ഇവിടുത്തെ ജഡ്ജിമാരുടെ പരമാവധി കാലാവധി എന്ന് പറയുന്നത് 9 വർഷമാണ്. 15 ജഡ്ജിമാരാണ് ഇവിടെ ഉണ്ടാവുക. 9 വർഷമാണ് ഇവരുടെ കാലാവധി എന്ന് പറയുന്നത്. ഇവിടുത്തെ ഔദ്യോഗിക ഭാഷകളെന്ന് പറയുന്നത് ഇംഗ്ലീഷും ഫ്രഞ്ചുമാണ്. ഇപ്പോഴിത് ഇസ്രായേൽ പാലസ്തീൻ പ്രശ്നങ്ങളിലൊക്കെ ഇവർ ഇടപെടുന്നുണ്ട്, അത് ഒത്തുതീർപ്പാക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട് അന്താരാഷ്ട്ര നീതിന്യായ കോടതി എന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോയിൽ കാണാം. അതുവരെയും ടേക്ക് കെയർ, ബൈ.